ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന രണ്ട് റെസിപ്പീസാണ്. ഒന്ന് ചീരക്കറിയുടെ റെസിപ്പിയും പിന്നെ ഒന്ന് ടൊമാറ്റോ കുറുമയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ബസലി സൊപ്പു കറിയാണ്. ബസലി സൊപ്പ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ ചീരയുടെ പേര് ബസലി എന്നാണ്, സൊപ്പു എന്ന് വെച്ചാൽ ചീര എന്നാണ്. അപ്പോൾ ഇവിടെ കർണാടകയിൽ ഇതിന് ബസലി എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് മലബാർ സ്പിനച്ച് എന്നോ അല്ലെങ്കിൽ മാംഗ്ലൂർ സ്പിനച്ച് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലും ഉണ്ട് ഇത്, പക്ഷേ എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് പണ്ട് എല്ലാവരുടെ വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ കടകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ, അങ്ങനെ വീടുകളിലൊന്നും ഇത് കാണുന്നില്ല. അന്നൊക്കെ ഏത് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുവാണെങ്കിലും ഭയങ്കര കോമൺ ആയിട്ട് അവരുണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു ഇത്. അപ്പോൾ ഞാൻ വെച്ചാൽ ആ റെസിപ്പിനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ആദ്യം തന്നെ ഞാൻ ആ ഇലയൊക്കെ ഒന്ന് അടത്തി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തണ്ടും വേണം, തണ്ടും കറിയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇല മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം തണ്ടിൻ്റെ ഈ അറ്റം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടറ്റം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ സാധാരണ ചീരക്കറിക്കൊക്കെ അരിയുന്ന പോലെ തന്നെ തണ്ടെടുക്കാം. ഈ തണ്ട് പെട്ടെന്ന് വേഗം, അതുകൊണ്ട് കുറച്ച് മൂത്തമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എടുക്കാവേ. പിന്നെ ചീര ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തണ്ടും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബഞ്ച് ചീരയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും, ഒരു ബഞ്ചായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് കഴുകി വെച്ചേക്കുന്ന തോരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അര കപ്പിലും കുറച്ച് കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ചീരത്തണ്ടും ചേർത്ത് കൊടുക്കാവേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചീരത്തണ്ടും പരിപ്പ് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാം. പക്ഷേ എൻ്റെ ഈ പരിപ്പിന് അധികം വേവില്ലാത്തതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ചിടുന്നത്. അഥവാ നിങ്ങളുടെ പരിപ്പ് നല്ല വേവുള്ളതാണെങ്കിൽ ആദ്യം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ. ഇപ്പോൾ ഞാൻ ഈ തണ്ടിൻ്റെ കൂടെ തന്നെ ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയും അതേപോലെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ആ ഒരു അളവിൽ തന്നെ, പരിപ്പിൻ്റെ ആ ഒരു അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. മിക്സ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് 3-4 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. 3-4 വിസിലടിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. ആ സമയം കൊണ്ട് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, എന്നാൽ തണ്ടൊന്നും അങ്ങനെ ഉടഞ്ഞു പോകാതെ കിട്ടിക്കോളൂ. ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മല്ലി ചേർത്ത് കൊടുത്തു, 1.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ജീരകം, വളരെ കുറച്ച് കുരുമുളക്, ഒരു 5-8 കുരുമുളക് ഉണ്ടാവും. ഇത്ര നന്നായിട്ടൊന്ന് റോസ്റ്റ് ചേർക്കണം കേട്ടോ. അതിൻ്റെ ആ കളർ ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അഥവാ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള വറ്റൽമുളകില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഈ ഒരു ബാഡ്ഗ ചില്ലി മാത്രമാണ് എടുത്തേക്കുന്നത്, അതൊരു 5-8 ഉണ്ടാവും, അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പകുതി എരിവുള്ള മുളകും ഇങ്ങനെ കളറിന് വേണ്ടിയിട്ടുള്ള മുളക് രണ്ടും ചേർത്ത് കൊടുക്കാവേ. അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക, കുറച്ച് നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏകദേശം 3/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം അധികം നേരമായിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തന്നെ വേണമെങ്കിൽ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ചൂടോടുകൂടി മാത്രം, ചെറിയൊരു ചൂടുണ്ടല്ലോ, അതിൽ മാത്രം കിടന്ന് തേങ്ങ ഒന്ന് ചൂടാക്കി കിട്ടിക്കോട്ടെ. ഒരുപാട് നേരമായിട്ട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കളറൊന്നും മാറണ്ട കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പുളി കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വേണ്ട, കുറച്ച് മാത്രം മതി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടേ അതുവരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്തൊന്നും നോക്കാവേ. 4 വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചായിരുന്നേ. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചീരയൊക്കെ നല്ല മുകളിൽ ഇങ്ങനെ കാണുന്നില്ലേ. നമ്മൾ മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചീര ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുത്തത്. നല്ലതുപോലെ പരിപ്പ് വെന്തിട്ടുണ്ട്, തണ്ടൊന്നും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പരിപ്പ് അഥവാ നല്ല വേവുള്ളതാണെങ്കിൽ ആദ്യം തന്നെ പരിപ്പ് നിട്ട് വേവിച്ചിട്ട് 1-2 വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള പച്ചക്കറികളും എല്ലാം ചേർത്ത് കൊടുക്കാം. അതേപോലെ ചീര എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചീരത്തണ്ടൊന്നും ഉടയാതെ കിട്ടിക്കോളുവേ. ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മറ്റേ പാത്രത്തിൽ ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു, അതും കഴിക്കാൻ ശേഷം ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കറി എത്രത്തോളം തിക്കായിട്ട് വേണം എന്ന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് ഒരുപാട് ലൂസായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതിയേ. പക്ഷേ ഇത് കുറച്ചൊന്ന് വാട്ടറി ആയിട്ട് ഇരിക്കണം, കാരണം ഇരിക്കും തോറും ഒന്നും കൂടി കുറുകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് വാട്ടറി ആയിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നല്ല മണമാണ് കേട്ടോ, ആ മസാലയുടെ ഒക്കെ നല്ല മണമാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത്
കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി ചേർത്താൽ മതി. ഇത് ചെറിയ വെളുത്തുള്ളി അതുകൊണ്ടാണ് ഇത്രയും ചേർത്തേക്കുന്നത്. നിങ്ങൾ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വെളുത്തുള്ളി ചേർത്താൽ മതി. ഇനി ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അത് കഴിഞ്ഞ് നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കായപ്പൊടി, സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു. അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബസലൈ സപ്പു കറി റെഡിയാണ് കേട്ടോ. ഇതിന് ചില നാട്ടിൽ ഹുളിയെന്നും പറയും, കാരണം പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അങ്ങനെയും പറയാം. ഹുളിയെന്ന് വെച്ചാൽ പുളിയാണേ, അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു യുണീക്ക് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇനി അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ കുർമയുടെ റെസിപ്പി ഒന്ന് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോർമൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ബേ ലീഫും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ചേർത്ത് കൊടുത്തേ. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. ഇനി ഇതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 8-10 ചെറിയുള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ നോർമൽ സവാള യൂസ് ചെയ്യാം, പക്ഷേ ചെറിയുള്ളി ചേർക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ ഉള്ളി ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഒരു പിങ്ക് കളറല്ല, അതിനെക്കാട്ടിലും ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറിന് പകരം എരിവുള്ള മുളക് പൊടി ചേർക്കാം, പക്ഷേ അളവ് കുറച്ച് കുറയ്ക്കണേ. അത് കഴിഞ്ഞ് എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ പൊടിയുടെ പച്ചമണം മാറി വരണം, അതുവരെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് ഏകദേശം 4 തക്കാളിയോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര വലിയ തക്കാളിയല്ല, മീഡിയം സൈസുള്ള 4 തക്കാളിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കരിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ തക്കാളി ഇതുപോലെ ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ അരച്ചിട്ടും ചേർക്കാം കേട്ടോ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണേ. ഈ തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം, അതുവരെ നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്താൽ മതി. ഇതായപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, കാരണം ഈ തക്കാളി ഒന്നും കൂടി ഒന്ന് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അരപ്പൊക്കെ ചേർക്കും. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളച്ച് വരട്ടെ, ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിന് കുറച്ച് മുകളിലായിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് അത്രയും തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു. 1 കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പു, 2 ഏലക്ക ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കസ്കസ് അല്ലെങ്കിൽ പോപ്പി സീഡ്സിലെ അത്. പിന്നെ ഒരു 4 കാഷ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ ഞാൻ നോക്കട്ടെ, നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ആ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ചേർക്കുന്ന ഏത് കറിയാണെങ്കിലും ഇരിക്കുന്നതോറും കുറച്ച് വറ്റുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കറിക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ കുർമ റെഡി ആയി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വെജിറ്റബിൾ കുർമയൊക്കെ ഇല്ല, അതേ പ്രൊസീജിയർ തന്നെയാണ്, പക്ഷേ ഇത് ഒന്നും കൂടി സിമ്പിൾ ആണെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.